ഒരാൾക്ക് നിധി കിട്ടി. എവിടുന്നാന്നല്ലേ, എങ്ങനെയാണെന്നല്ലേ പറയാം. ഒരു കൃഷിക്കാരൻ അദ്ദേഹം കൃഷി ഇറക്കാൻ വേണ്ടി ഒരു സ്ഥലം കാശ് കൊടുത്ത് സ്വന്തത്തിൽ വാങ്ങി ഒരാളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ കൃഷി ഇറക്കാൻ വേണ്ടി നിലം ഉഴുത് മറിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു മൺപാത്രത്തിൽ സ്വർണ്ണ നാണയങ്ങളടങ്ങിയ ഒരു നിധി കൂമ്പാരം അദ്ദേഹത്തിന് കിട്ടി. ഉടനെ ആ കൃഷിക്കാരൻ ആരുടെ അടുക്കലിൽ നിന്നാണോ ആ സ്ഥലം വാങ്ങിയത് അയാളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് എനിക്ക് സ്വർണ്ണ നാണയങ്ങളടങ്ങിയ വലിയൊരു മൺപാത്രം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടേതാണ്, ഇതാ പിടിച്ചോളൂ. അപ്പോൾ ഭൂമി വിറ്റയാള് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭൂമിയും ഭൂമിയിലുള്ള സർവ്വതും ഞാൻ നിങ്ങൾക്ക് വിറ്റിട്ടുണ്ട്, അതുകൊണ്ട് നിധി എന്റേതല്ല, നിങ്ങളുടേതാണ്. അപ്പോൾ ആ കൃഷിക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഭൂമി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, അതിൽ നിധി ഞാൻ ഉൾപ്പെട്ടിട്ടില്ല, നിധി ഞാൻ വാങ്ങിയിട്ടില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടരും വാക്തർക്കങ്ങളായി, ആരുടേതെന്നറിയാൻ. അങ്ങനെ ന്യായാധിപന്റെ അടുത്ത് ഈ ചർച്ച എത്തി. ന്യായാധിപൻ രണ്ടു കൂട്ടരെയും വിളിച്ചു. രണ്ടു കൂട്ടരും നിധി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. രണ്ടു കൂട്ടരും പറയുന്നത് അതെന്റേതല്ല. ഭൂമി വിറ്റ ആൾ പറഞ്ഞു, ഞാൻ അതിലുള്ളതും എല്ലാം അദ്ദേഹത്തിന് വിറ്റതാണ്. കൃഷിക്കാരൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഭൂമി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന്. ചുരുക്കി പറഞ്ഞാൽ ന്യായാധിപൻ ആ കൃഷിക്കാരവനോട് ചോദിച്ചു, നിങ്ങൾക്ക് മകനോ മകളോ ആരാണുള്ളത്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്. ഭൂമി വിറ്റ ആളോട് ചോദിച്ചു, നിങ്ങൾക്കാരാണുള്ളത്? എനിക്കൊരു മകളുമുണ്ട്. അപ്പോൾ ന്യായാധിപൻ പറഞ്ഞു, എങ്കിൽ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കെട്ടിക്കുക, എന്നിട്ട് ഈ നിധി കിട്ടിയ ആ സ്വർണ്ണ നാണയങ്ങളും എല്ലാം അവർക്ക് കൊടുക്കുക, അവർ അതുകൊണ്ട് ജീവിക്കട്ടെ. അങ്ങനെ വലിയൊരു പ്രശ്നം സോൾവായി. അവിടെ ഇതിൽ നമുക്ക് വലിയൊരു പാഠം പകർത്താനുണ്ട്. യഥാർത്ഥത്തിൽ ആ ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം ആ കൃഷിക്കാരൻ അദ്ദേഹത്തിൽ നിന്ന് വിലക്ക് വാങ്ങലോടുകൂടെ അദ്ദേഹത്തിന്റെ അധീനതയിലായി. എന്നിട്ടും അദ്ദേഹം റബ്ബിനെ ഭയപ്പെട്ടിട്ട്, പടച്ച തമ്പുരാനെ, ഇതിന് ഞാൻ ആഖിറത്തിൽ മറുപടി പറയണമല്ലോ എന്നുള്ള ചിന്തയിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന ആ സംശുദ്ധമായ ഒരു നല്ല മനസ്സിന്റെ ഉടമ. ഭൂമി വിറ്റാളാണെങ്കിലോ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എല്ലാം അതിൽ തന്നിരിക്കുന്നു, അധികാരപ്പെടുത്തി അധീനതയിലാക്കി തന്നിട്ടുണ്ട്, അപ്പോൾ അത് എന്റേതല്ല എന്ന്. അദ്ദേഹവും അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇവിടെയാണ് നാം അവരുടെ ഈമാൻ മനസ്സിലാക്കേണ്ടത്. ഈ നൈമിഷികമായ ജീവിതത്തിൽ എല്ലാം തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തത്തിലാക്കലല്ല, മറിച്ച് വിട്ടുകൊടുക്കലും. നമുക്കിനി ഒരു ജീവിതം പരലോകത്ത് വരാനുണ്ട്, അവിടെ എല്ലാത്തിനും കണക്ക് പറയണമെന്ന ആ വലിയൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നാം വിട്ടുവീഴ്ചക്കും മറ്റുള്ളവരുടെ മുതലുകൾ അധീനതയിലാക്കാനും നാം ശ്രമിക്കൂല. അതിനാണ് പരലോക ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം എന്ന് പറയുന്നത്. കാശ് കാണുമ്പോഴേക്ക് മഞ്ഞളിക്കുന്ന കണ്ണുകൾ ആകാതിരിക്കട്ടെ നമ്മുടെ കണ്ണുകൾ. ജീവിത വിജയം തഖ്വയുള്ളവരുടെ കൂടെയാണ്. സൂക്ഷ്മത പുലർത്തുന്നവർക്കേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.